Good evening to all. Calicut University 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GST ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സപ്ലൈ എന്നുള്ളതും അതിൻ്റെ എലമെൻസും ഒരു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈപ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു പോർഷനാണ്. സോ അതാണ് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് 4 തരത്തിലുള്ള സപ്ലൈ ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, പിന്നെ ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ, പിന്നെ ബേസ്ഡ് ഓൺ റെസിപ്പിയൻറ്റ്, പിന്നെ ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ 4 തരത്തിലുള്ള സപ്ലൈ ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള സപ്ലൈ. ഓക്കെ, അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലായി. എന്താണ്? സാധനങ്ങളോ സേവനങ്ങളോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നുകിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ലീസിന് കൊടുക്കുക, അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ, അതിനൊക്കെയാണ് എന്ത് പറയുന്നത്, നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈപ്സ് അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ലൊക്കേഷനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സപ്ലൈനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ലൊക്കേഷനിൽ നമുക്ക് 3 തരത്തിലാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, പിന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ സപ്ലൈ, അതുപോലെ തന്നെ മൂന്നാമത്തെയാണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, പിന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ സപ്ലൈ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഏത്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ വിത്തിൻ സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സപ്ലൈസ്. അതായത് ഇപ്പോൾ നമ്മുടെ കേരളമാണ്, കേരളത്തിൽ നിന്ന് ഒന്നുക്കെ ട്രിവാൻഡ്രത്തു നിന്ന് കാലിക്കറ്റേക്കോ, അല്ലെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കോ, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് മലപ്പുറത്തേക്കോ, അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കോ, അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് നടക്കുന്ന സപ്ലൈ, അതാണ് ഇത് പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വേർ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആർ ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓർ സെയിം യൂണിയൻ ടെറിട്ടറി വിത്തിൻ ദി സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നതാണ്, നിങ്ങൾ നോക്കൂ കേട്ടോ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കും. ഓക്കെ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആകും. ഓക്കെ, ഇറ്റ് ഈസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വേർ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ദി പ്ലേസ് ഓഫ് സപ്ലയർ ഇൻ 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ, അല്ലെങ്കിൽ കർണാടകയ്ക്കോ, അല്ലെങ്കിൽ ഗുജറാത്തിക്കോ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ട് നടത്തുന്ന സപ്ലൈ, അതാണ് ഇത് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ട് നടത്തുന്നതാണ് ഇൻ്റർ സ്റ്റേറ്റ്. ഓക്കെ, 2 ഡിഫറെൻറ്റ് യൂണിയൻ ഒന്നൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് യൂണിയൻ ടെറിട്ടറീസിക്കോ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ആൻഡ് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു യൂണിയൻ ടെറിട്ടറിക്കോ അങ്ങനെ നടത്തുന്നതാണ് ഇത് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. അതായത് ഒന്നുകിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്, അതും അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു യൂണിയൻ ടെറിട്ടറിക്ക്, അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് ഒരു സ്റ്റേറ്റേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിനെയാണ് എന്ത് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നതാണ്, അതാണ് ബീട്ടോ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ തീരദേശ മേഖലയിലായിട്ടുള്ള സപ്ലൈ ഉണ്ടല്ലോ, ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ഇൻ ദ നിയറസ്റ്റ് കോസ്റ്റൽ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അതായത് കോസ്റ്റൽ സ്റ്റേറ്റിക്കോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കോ, ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ തീരദേശ മേഖല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള നിയറൽ കോസ്റ്റൽ സ്റ്റേറ്റിക്കോ യൂണിയൻ ടെറിട്ടറിക്കോ ഉള്ള സപ്ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 3 എണ്ണമാണുള്ളത്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഈ ടെക്സ്റ്റിലുള്ള ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് കത്തിന്ന് വരില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ സെയിം വിത്തിൻ ദ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സപ്ലൈ. ഓക്കെ, അതാണ് ഇൻട്രാ സ്റ്റേറ്റ്. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറി, അത്തരത്തിലുള്ള സപ്ലൈ ആണ് ഇത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. അതെല്ലാം ഇനി ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ഇൻ ദ നിയറസ്റ്റ് കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി. അതാണ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ്റെ കേസ് പറയുമ്പോൾ പറയാനുള്ളത്. ഓക്കെ, പിന്നെ ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു ഡെഫിനിഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഏത് ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ തന്നെ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ എന്നൊക്കെ. അത് തന്നെയാണ് ഇതിൽ പറയുന്നത് കണ്ടിന്യൂസ് സപ്ലൈ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കോമ്പോസിറ്റ് സപ്ലൈ ഇറ്റ് മീൻസ് എ സപ്ലൈ മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ടു എ റെസിപ്പിയൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 or more taxable supplies of goods or services or both, or any combination thereof, which are naturally bundled and supplied in conjunction with each other in the ordinary course of business, one of which is principal supply. The items cannot be supplied separately. Okay. പിന്നെ മിക്സഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് 2 or more individual supplies of goods or service made in conjunction with each other by a taxable person for a single price, whereas such a supply does not constitute a composite supply. Each of those items can be supplied separately and is not dependent on any other. It shall not be mixed supply if those items are supplied സെപ്പറേറ്റ്ലി. അതാണ് മിക്സഡ് സപ്ലൈൻ്റെ കേസ് പറയുമ്പോൾ. പിന്നെ കണ്ടിന്യൂസ് സപ്ലൈ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡെഫിനിഷൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രത്യേക ദിവസത്തിൽ, അതായത് മേ ബി അത് എല്ലാ ദിവസവും സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ കേബിളൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും അവർ സപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ മേ ബി അത് വീക്ക്ലി വൺസ്, അതായത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ചിലപ്പോൾ ജലനിധിയൊക്കെ വരുന്ന ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ മാസത്തിലാണെങ്കിലും ആ ഒരു ദിവസം എന്ന് പറയുന്ന എല്ലാ മാസവും ഒരു ദിവസമായിരിക്കും. അതായത് എല്ലാ മാസം 1-ാം തീയതി ആണെങ്കിൽ ഒരു മാസത്തിൽ 1-ാം തീയതി ആണെങ്കിൽ അത് എല്ലാ മാസവും 1-ാം തീയതി ആയിരിക്കും. അതാണ് കണ്ടിന്യൂസ് സപ്ലൈ. ഓക്കെ, കണ്ടിന്യൂസ് സപ്ലൈ ഈസ് ഓഫ് 2 types, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുമ്പോൾ അത് 2 ഉള്ളത് ഗുഡ്സിൻ്റെ ആയിരിക്കാം, അതുപോലെ തന്നെ സർവീസിൻ്റെ ആയിരിക്കാം. Define the expression continuous supply of goods as supply of goods which is provided or agreed to be provided continuously on recurrent basis under the contract, whether or not by means of wire, capable, pipeline or other conduit, for which the supplier invoice the recipient on a regular periodic basis and includes supply of such goods as government may subject to such condition. അതായത് ഇതൊരു കോൺട്രാക്റ്റിൻ്റെ ബേസിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക ഈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ സർവീസും. ഓക്കെ, അതാണ് നമുക്ക് എന്തുവിൻ്റെ കേസിൽ ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ്റെ ബേസിൽ പറയാനുള്ളത്. അതായത് 3 കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ ആൻഡ് കണ്ടിന്യൂസ് സപ്ലൈ. ഓക്കെ, പിന്നെ ബേസ്ഡ് ഓൺ റെസിപ്പിയൻ്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒന്ന് നമുക്ക് കിട്ടുകയായിരിക്കാം അല്ലെങ്കിൽ കൊടുക്കുകയായിരിക്കാം. അതാണ് ആ റെസിപ്പിയൻ്റ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻവാർഡ് സപ്ലൈ. ഇൻവാർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മേ ബി അക്വയർ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ പേർച്ചേസ് ചെയ്യുന്നതായിരിക്കാം. അതാണ് അക്വിസിഷൻ അല്ലെങ്കിൽ പേർച്ചേസ്. അതാണ് ഇൻവാർഡ് സപ്ലൈ. ഇറ്റ് മീൻസ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, വെദർ ബൈ പർച്ചേസ് ഓർ അക്വിസിഷൻ ഓർ എനി അതർ മീൻസ് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ. അതായത് ഒന്നുക്ക് കൺസിഡറേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാതിരിക്കാം. ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ഇത് രണ്ടും പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന അതാണ് ഇൻവാർഡ് സപ്ലൈ, നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. ഓക്കെ, ഔട്ട്വാർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, വെദർ ബൈ സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ് ഓർ ഡിസ്പോസൽ ഓർ എനി അതർ മോഡ് മെയ്ഡ് ഓർ അഗ്രീഡ് ടു ബി മെയ്ഡ് ബൈ സച്ച് പേഴ്സൺ ഇൻ ദി കോഴ്സ് ഓർ ഫർദർ ഓഫ് ബിസിനസ്. ഔട്ട്വാർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാർട്ടർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക, ലൈസൻസിന് കൊടുക്കുക, ലീസിന് കൊടുക്കുക, ഡിസ്പോസലിന് കൊടുക്കുക. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ ഈ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അതിനെയാണ് എന്തിനു വേണ്ടിയിട്ടൊന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഫർദർനെസ് ഓഫ് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്, ഔട്ട്വാർഡ് സപ്ലൈ എന്ന് പറയുന്നത്. അതാണ് ബേസ്ഡ് ഓൺ റെസിപ്പിയൻ്റ്. അതൊന്ന് 2 ഉള്ളത് ഇൻവാർഡ് സപ്ലൈയും ഔട്ട്വാർഡ് സപ്ലൈയും. ഓക്കെ, പിന്നെ ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിൽ പറയുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മേ ബി എനിക്ക് തോന്നുന്നു വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിൽ 4 എക്സംപ്റ്റഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ, നോൺ ടാക്സബിൾ സപ്ലൈ ആൻഡ് ടാക്സബിൾ സപ്ലൈ. ഓക്കെ, എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഈ സപ്ലൈക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് എക്സംപ്റ്റഡ് ആയിരിക്കും എന്ന് പറയുമ്പോൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സിനോ സർവീസോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ സപ്ലൈക്ക് അത്തരത്തിലുള്ള സപ്ലൈക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് എക്സംപ്റ്റഡ് സപ്ലൈ. ദ എക്സംപ്റ്റ് സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഈസ് വൺ വിച്ച് അട്രാക്ട് nil rate of
ടാക്സ് ഓർ വിച്ച് മേ ബി ഹോളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. നിൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ നിൽ, അതായത് ഒന്നും ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എന്തായിരിക്കും, വിച്ച് മേ ബി ഹോളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് നോൺ ടാക്സബിൾ സപ്ലൈ. നോൺ ടാക്സബിൾ സപ്ലൈയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണിത്. In case of exempt supply in respect of any goods and or service, the taxable person shall not be required to pay tax. അതായത് ഇത്തരത്തിലുള്ള ഈ എക്സംപ്റ്റഡ് സപ്ലൈയുടെ കേസിൽ ഈ ടാക്സബിൾ പേഴ്സൺ ഉണ്ടല്ലോ, അയാൾ എന്തടക്കേണ്ട ആവശ്യമില്ല, ഇത്തരത്തിലുള്ള സപ്ലൈക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. എക്സംപ്റ്റ് സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഈസ് വൺ വിച്ച് അട്രാക്ട് നിൽ റേറ്റ് ഓഫ് tax or which may be wholly exempt from tax. It includes non-taxable supply. In the case of exempt supply in respect of any goods or services, the taxable person shall not be required to pay tax. Okay. ഇനി രണ്ടാമത് പറയുന്നതാണ് സീറോ റേറ്റഡ് സപ്ലൈ. ഈ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ 0% ടാക്സ് റേറ്റ് എന്നല്ല കേട്ടോ. അതായത് ഒന്നുക്കത് എക്സ്പോർട്ട് ചെയ്യുകയല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇറ്റ് മീൻസ് എക്സ്പോർട്ട് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് to special economic zone developer or special economic zone unit. അതായത് സ്പെഷ്യൽ എക്കോണമിക് സോണിലോട്ടോ സോണിൻ്റെ അതിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എക്കോണമിക് സോൺ യൂണിറ്റിലോട്ടോ ഗുഡ്സോ സർവീസോ എക്സ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എക്സ്പോർട്ട്, ഒന്നുക്കത് എക്സ്പോർട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, അങ്ങനെയല്ല, ഒന്നുക്കത് എക്സ്പോർട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ എക്കോണമിക് സോൺ ഡെവലപ്പറിലോട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കോണമിക് സോൺ യൂണിറ്റിലോട്ടോ ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത് പറയുന്നതാണ് ഇത് നോൺ ടാക്സബിൾ സപ്ലൈ. നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സംപ്റ്റഡ് സപ്ലൈ ഇല്ലേ, അതിൻ്റെ സെയിം തന്നെയാണ്, അതായത് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നോൺ ടാക്സബിൾ സപ്ലൈ ഈസ് ദി സെയിൽ ഓഫ് any goods or service which attract nil rate of tax and is similar to exempt supply. Okay, പിന്നെ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താ, നാലാമത് പറയുന്നത് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഷാൾ ബി പെയ്ഡ് അണ്ടർ GST. ഓക്കെ, അതിന് നമ്മൾ എന്തടക്കേണ്ടി വരും, ടാക്സ് പേ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 4 എണ്ണമാണുള്ളത് ടൈപ്സ് ഓഫ് സപ്ലൈയിൽ. ആദ്യത്തെ ഏതായിരുന്നു, ബേസ്ഡ് ഓൺ ലൊക്കേഷൻ്റെ ബേസിൽ 3 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഓക്കെ, ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ടുള്ള സപ്ലൈ, അതായത് വിത്തിൻ ദി സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന സപ്ലൈ, അതാണ് ഇൻട്രാസ്റ്റേറ്റ്. ഇൻ്റർ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയോ അങ്ങനെ നടക്കുന്നതാണ് ഇത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് കോസ്റ്റൽ സ്റ്റേറ്റ് യൂണിയനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലോ നടക്കുന്ന സപ്ലൈ, അതാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഓക്കെ, പിന്നെ കോമ്പിനേഷൻ ബേസ്ഡ്, അത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ ആൻഡ് കണ്ടിന്യൂ സപ്ലൈ. ഓക്കെ, പിന്നെ ബേസ്ഡ് ഓൺ റെസിപ്പിയൻറ്റിൻ്റെ കേസിൽ ഇൻവാർഡ് സപ്ലൈ ഉണ്ട്, ഔട്ട്വാർഡ് സപ്ലൈ ഉണ്ട്. ഇൻവാർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന, അതായത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതോ ത്രൂ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് എന്ത് സാധനങ്ങളോ സേവനങ്ങളോ അത്. പിന്നെ ഔട്ട്വാർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ സെയിൽ ചെയ്യുക, വിൽക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഡിസ്പോസൽ ചെയ്യുക അല്ലെങ്കിൽ ബാർട്ടർ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്വാർഡ് സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ ടാക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ എക്സംപ്റ്റ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ, അതുപോലെ തന്നെ നോൺ ടാക്സബിൾ സപ്ലൈ, അതുപോലെ തന്നെ ടാക്സബിൾ സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്